Good morning. നമ്മൾ മാത്സ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ മാത്സിന് ഒരു ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ എക്സസൈസിലെ എ റോഡ് ഓഫ് 28 centimeters long is to bend to make a rectangle. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാൻ റെക്ടാങ്കിൾ ഓഫ് ഡയഗണൽ 8 centimeters we made. അപ്പോൾ അങ്ങനെ 3 സബ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിത് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് വെച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് കൂടുതലാണ്, ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ നമുക്ക് അതേ കംപ്ലീറ്റിംഗ് ഇപ്പോൾ നമ്മൾ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നമ്മൾ എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഒരു മെത്തേഡ് പഠിച്ചത് കംപ്ലീറ്റിംഗ് സ്ക്വയർ. ഇനി നിങ്ങളൊരു മെത്തേഡോടെ പഠിക്കുന്നുണ്ട്, അതെന്ന് പറയുന്നത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ഉപയോഗിച്ച് എക്സ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്തും എക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ. ഓക്കെ, ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് നിങ്ങൾക്കത് കംപ്ലീറ്റിംഗ് സ്ക്വയർ വെച്ച് ചെയ്യാം. ക്വാഡ്രാറ്റിക് നമ്മൾ മുമ്പ് ചെയ്ത എക്സസൈസിൽ പ്രോബ്ലംസ് ഒക്കെ ഇല്ലേ, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ വെച്ച് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഓക്കെ. അപ്പോൾ നമ്മൾ ഓരോന്ന് എടുക്കുമ്പോൾ ഓരോ പ്രോബ്ലം എടുക്കുമ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ax² + bx + c = 0 ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് അല്ലേ. x² a ഉണ്ടാവും, bx ഉണ്ടാവും, ഒരു c ഉണ്ടാവും. ഇങ്ങനെയാണ് ഒരു ഇക്വേഷൻ ഉള്ളതെന്നുണ്ടെങ്കിൽ എന്താ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ x = -b. b എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ മൈനസ് വാല്യൂ, -b ± √b² - 4ac / 2a. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് എക്സിന്റെ വാല്യൂ -b ± √b² - 4 × a × c / 2a വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്യേണ്ട, കംപ്ലീറ്റിംഗ് സ്ക്വയറിന് പകരം നമ്മൾ അവിടെ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രോബ്ലം ഞാൻ കാണിച്ചത്. ഓക്കെ, ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്, എന്താണ് ഒരു പ്രോബ്ലത്തിന്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെക്കാം, 4t² - ഇപ്പൊ ജസ്റ്റ് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് കാണിച്ചില്ല. ഓക്കെ, ഇപ്പൊ ഇക്വേഷൻ എങ്ങനെയാണ്, 4t² - 16t + 15 = 0 ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് കിട്ടും അല്ലേ. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ഇവിടെ വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്യും അല്ലേ. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും പ്രത്യേകതയുണ്ട്, എയുടെ കോഎഫിഷ്യന്റ് എപ്പോഴും 1 ആയിരിക്കും. അങ്ങനെ ഒരു രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് നമുക്ക് ചെയ്യാൻ എളുപ്പം. എന്ത് എക്സിന്റെ സ്ക്വയറിന്റെ കൂടെ ഒരു ടേമും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ഇത്രയും നേരം നമ്മൾ ചെയ്തതും അങ്ങനെ ഒരു ഇക്വേഷൻ ആയിരുന്നു. x² കൂടെ 1 ആയിരിക്കും എപ്പോഴും കോഎഫിഷ്യന്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് x² കൂടെ അല്ലെങ്കിൽ t², എക്സോ ടിയോ എന്തോ എസ്സോ ഇസഡോ എന്ത് വേണമെങ്കിലും വരാം. പവർ മാത്രം നോക്കിയാൽ മതി, സ്ക്വയർ ഉള്ള ഇക്വേഷൻ ആണ് അല്ല, പോളിനോമിയൽ ആണെന്ന് സെക്കൻഡ് ഡിഗ്രി ഒരു ഇക്വേഷൻ ആണിത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇത് ഇപ്പൊ സെക്കൻഡ് ഡിഗ്രി ഒക്കെ വരുമ്പോൾ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണിത്. അപ്പൊ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങൾ എപ്പോഴും ഈ സെക്കൻഡ് ഡിഗ്രി t² കൂടുതൽ നോക്കുക. t² കൂടെ 4 ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. ഓക്കെ, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ x² കോഎഫിഷ്യന്റ് എപ്പോഴും എന്തായിരിക്കണം, 1 ആയിരിക്കണം. a 1 ആയിരിക്കണം. ഇത്രയും നാളെ നമ്മൾ ചെയ്ത പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അത് എപ്പോഴും നമുക്ക് 1 ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതിന് തൊട്ട് മുമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ t² ഈ x² വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് എന്താ, ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോമൺ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിനെ 1 ആക്കുകയാണെങ്കിൽ 1 ആക്കാം. ഇവിടെ ഇപ്പോൾ 16 ആകുമ്പോൾ ഞാൻ സംഭവിച്ചാൽ 4ന്റെ ടേബിളിൽ എല്ലാവരും ഉണ്ട്. ഒരു ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, t² - 4t + 4 = 0 എന്നാവും. അപ്പം ഇങ്ങനെ ഒരു ഇക്വേഷന് നമുക്ക് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്യാൻ, കാരണം t² വാല്യൂ കോഎഫിഷ്യന്റ് 1 ആണ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു മെത്തേഡ് നമുക്ക് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഇക്വേഷൻ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ യൂസ് ചെയ്യാം, അതേപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഇങ്ങനെ
എക്സ് സ്ക്വയറിന്റെ കൂടെ ഒരു കോഎഫിഷ്യന്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്താണ് ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പം. ഓക്കെ, അങ്ങനെ എക്സ് സ്ക്വയറിന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മറ്റേ നമ്മൾ കംപ്ലീറ്റ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വാല്യൂ കിട്ടില്ല. അപ്പൊ നമുക്കിത് ക്വാഡ്രാറ്റിക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇതിനെ എക്സ് കണ്ടുപിടിക്കുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ എപ്പോഴും നിങ്ങൾ ഇത് ടേം ശ്രദ്ധിക്കുക. അപ്പൊ ഈ ടി സ്ക്വയർ, ഈ സ്ക്വയറിന്റെ പവറുള്ള ടേമിനെയാണ് നമ്മൾ എ എന്ന് പറയുന്നത്. എ ഇതാണ് ഈ ടി, അല്ലെങ്കിൽ എക്സിന്റെ പവറുള്ള ടേമിനെയാണ് ബി എന്ന് പറയുന്നത്. ഒന്ന് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്, എക്സും വൈയും ഒന്നും ടിയോ എക്സോ ഒന്നും ഇല്ലാത്ത പവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന സംഖ്യകൾ നമ്മൾ സി എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ എയും ബിയും സിയും എന്താന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഇക്വേഷൻ നോക്കിയേ, മൈനസ് ബി ആണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇവിടെ ബി എന്താണ്? ഇവിടെ ബി എന്ന് പറയുന്നത് നമ്മുടെ സൈനും കൂടി എടുത്തിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. ഇവിടെ ബി എന്ന് പറയുന്നത് -16 ആണ് കേട്ടോ. ഇവിടെ ബി എന്ന് പറയുന്നത് -16 ആണ്. അപ്പൊ ഇവിടെ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ നോക്കി മൈനസ് ബി, അപ്പൊ എന്ത് വരും? മൈനസ് ഡി മൈനസ്. ഇനി ബിയുടെ വാല്യൂ എന്താണ്? ബിയുടെ വാല്യൂ -16, അപ്പൊ -16 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മൈനസ് ബി ആണ്. ഇവിടെ നമുക്ക് ബി കിട്ടിയത് -16 ആണ്. -16 വെറുതെ നമ്മുടെ തെറ്റും. കാരണം ഇവിടെ വേണ്ടത് നമുക്ക് ബി =-16 അല്ലെ. നമുക്ക് വേണ്ടത് മൈനസ് ബി ആണ്. അപ്പൊ മൈനസ് ഓഫ് -16, കാരണം ബി -16 ആണ്. ഈ മൈനസ് ഇവിടെ വന്നു, ബിയുടെ വാല്യൂ -16 ഉള്ളിൽ വന്നു. അപ്പൊ ഈ മൈനസ് മൈനസ് എന്തായി മാറും? മൈനസ് മൈനസും പ്ലസ് ആയി മാറും. രണ്ട് മൈനസുകൾ ഒരുമിച്ച് വരുമ്പോൾ അത് പ്ലസ് ആയി മാറും അല്ലെ. നോക്കാം, ഈ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ -4ac അല്ലെ. റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? -16 സ്ക്വയർ. -16 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? -16 × 16 അല്ലെ. അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലസ് ആവും. ഓക്കെ, ബി സ്ക്വയർ -4 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 4 തന്നെ ഇതാ. 4 × a. എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ 4 ആണ്. 4 × t അല്ലെ. എന്താ സി എന്ന് പറയുന്നത് എന്താണ്? സി എന്ന് പറയുന്നത് 16 ആണ്. അപ്പൊ ഇവിടെ 16 വരും. ഓക്കെ, അപ്പൊ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ -4ac ഡിവൈഡ് ബൈ 2 × a. എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ എഴുതുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ റൂട്ട് ഓഫ് ബി സ്ക്വയർ -4ac സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? അവസാനം അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ. രണ്ടും കഴിയുമ്പോൾ കുറേ സ്റ്റെപ്സ് വരും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ റൂട്ടുള്ള സംഖ്യ നമുക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ റൂട്ട് ഓഫ് ബി സ്ക്വയർ -4ac മാത്രമാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, റൂട്ട് ഓഫ് ബി സ്ക്വയർ -4ac. ഈ റൂട്ട് ഓഫ് ബി സ്ക്വയർ -4ac കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൻസർ വരെയെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ബി സ്ക്വയർ -4ac വാല്യൂ നെഗറ്റീവ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താ പറയാ? നമ്മൾ കണ്ടുപിടിക്കുന്ന ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇല്ല എന്ന് പറയും. ഓക്കെ, ബി സ്ക്വയർ -4ac വാല്യൂ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിന് നമുക്ക് സൊല്യൂഷൻ ഇല്ല എന്ന് പറയും. ഓക്കെ, ഇനി അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക? അതിന് രണ്ട് വാല്യൂസ് ഉണ്ടോ? പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് വാല്യൂസ് ഉണ്ടോ? ഇനി ബി സ്ക്വയർ -4ac 0 ആയിട്ട് കിട്ടുന്നുണ്ട്. 0 ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം അതിൽ ഒരു ആൻസറേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബി സ്ക്വയർ -4ac എന്താണ്? നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇത് ബി സ്ക്വയർ -4ac ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഉത്തരം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിന് നോ സൊല്യൂഷൻ. ആ ക്വസ്റ്റിന് അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല. നോ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇനി ബി സ്ക്വയർ -4ac = 0 എന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താ? സാധാരണ ബി സ്ക്വയർ -4ac നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ആൻസർ കിട്ടും. 2 ആൻസർ സെക്ഷനിൽ തന്നെയാണ് ഇത് വരുന്നത്. രണ്ട് ആൻസർ ഉണ്ടാവും നമുക്ക് ഫൈനലായിട്ട്. ഈ ബി സ്ക്വയർ -4ac = 0 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആൻസറേ കിട്ടുള്ളൂ, വൺ സൊല്യൂഷനേ കിട്ടുള്ളൂ. ഓക്കെ, ഈ ബി സ്ക്വയർ -4ac എന്താണ്? ഒരു പോസിറ്റീവ് സംഖ്യ ആണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഒരു പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 2 ആൻസേഴ്സ് കിട്ടും, രണ്ട് ആൻസേഴ്സ് അതിനുണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബി സ്ക്വയർ -4ac നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എങ്ങനത്തെ സൊല്യൂഷൻ ആയിരിക്കും കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ ഞാൻ ബി സ്ക്വയർ -4ac ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. ബി സ്ക്വയർ എത്രയാണ്? അയ്യോ, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ മറന്നുപോയില്ലോ. 4x².
ഇക്വേഷൻ 4t സ്ക്വയർ മൈനസ് 16t പ്ലസ് 15 ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ അല്ലേ. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ ബി എന്ന് പറയുന്നത് മൈനസ് 16 അല്ലേ. അപ്പൊ മൈനസ് 16 സ്ക്വയർ അപ്പൊ മൈനസ് 16 സ്ക്വയർ മൈനസ് 4ac അല്ലേ. 4 ഇൻറ്റു എ ഇൻറ്റു സി മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ്, എ എന്ന് പറയുന്നത് 4 ആണ്, സി എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ 4 ഇൻറ്റു എ ഇൻറ്റു 15. ഓക്കെ, അപ്പൊ എ എന്താ, എ 4, ബി എന്ന് പറയുന്നത് മൈനസ് 16, സി എന്ന് പറയുന്നത് 15. ഇങ്ങനെ കിട്ടുമ്പോൾ എഴുതി വെച്ചാൽ ഞങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ബി സ്ക്വയർ മൈനസ് 4ac, ബി സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് 16 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 4 ആണ്, സി എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, നമ്മൾ 16 സ്ക്വയർ കണ്ടുപിടിക്കണം. 16 മൈനസ് 16 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് 16 ഇൻറ്റു മൈനസ് 16. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഉത്തരമാണ് നമുക്ക് കിട്ടുക. കാരണം എന്താ, മൈനസ് 16 ഇൻറ്റു മൈനസ് 16 എന്ന് പറയുമ്പോൾ 2 മൈനസ് ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ, 2 മൈനസ് പ്ലസ് ആയി മാറും. അപ്പോൾ 16 ഇൻറ്റു 16 എത്രയാണ് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം 256 ആണ്. ഇത് 16 സ്ക്വയറിന്റെ ഉത്തരം 256. അപ്പൊ നമുക്ക് 256 മൈനസ് 4 ഇൻറ്റു 4 ഇൻറ്റു 15. 4 ഇൻറ്റു 4 എത്രയാണ്, 16. 16 ഇൻറ്റു 15 നോക്കാം. 30 റിമൈൻഡർ 3 8 6 1 0 4 240 അല്ലേ. 256 മൈനസ് എന്ത് കിട്ടും, 240 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് 256 240 ഇൻറ്റു ഉണ്ട് ചെയ്യാനായിട്ട്, മൾട്ടിപ്ലിക്കേഷൻ വലിയ നമ്പേഴ്സ് തന്നെ വരും. 256 മൈനസ് 240 ചെയ്യാം. ഓക്കെ, അപ്പൊ 16 6 മൈനസ് 0 6 15 1 ഓക്കെ 0 16 വരും. ഈക്വൽ ടു 16. അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac നമുക്ക് 16 ആണ് കിട്ടി. ഓക്കെ, ബി സ്ക്വയർ മൈനസ് 4ac നമുക്ക് 16 ആണ് കിട്ടി. നമുക്ക് വേണ്ടത് എന്താണ്, റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ആണ്. അപ്പൊ എന്ത് വരും, റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോൾ റൂട്ട് 16. റൂട്ട് 16 എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം, റൂട്ട് 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അല്ലേ. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ നമ്മൾ ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ കണ്ടുപിടിച്ചു. നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac എന്ത് കൊടുക്കാം, ഈ 4 എന്ന വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ അത് മാറ്റണം. അപ്പൊ ആദ്യം നിങ്ങൾ ഇക്വേഷൻ കിട്ടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബി സ്ക്വയർ മൈനസ് 4ac ഇങ്ങനെ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇതൊരു പോസിറ്റീവ് സംഖ്യയാണ്. അപ്പൊ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇതൊരു പോസിറ്റീവ് സംഖ്യ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം 2 ആൻസേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം. ഓക്കെ, 2 ആൻസേഴ്സ് ഇതിന്റെ അവസാനം വരുന്നത് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് x is equal to മൈനസ് b അല്ലെ. ഈ മൈനസ് ആണ്, ബിയുടെ ഉത്തരം എന്ന് പറയുന്നത് മൈനസ് 16 ആണ്. അപ്പൊ 2 മൈനസ് വരും, മൈനസ് 16 മൈനസ് മൈനസ് എന്താവും, അടുപ്പിച്ച് 2 മൈനസ് വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എത്രയാണ്, 4. അപ്പൊ പ്ലസ് ഓർ മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4. അപ്പൊ എന്ത് വരും, ഇത് പ്ലസ് ആയിട്ടാണ്. 2 മൈനസ് നമ്മൾ പ്ലസ് ആക്കി എടുത്തു. അപ്പൊ 2 ആൻസർ നമുക്ക് വരും. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, x is equal to 16 plus 4 divided by 2 into 4. ഇതാണ് ഒരു ഉത്തരം. ഞാൻ അടുത്തതെന്ന് പറയുന്നത് വരും 16 minus 4 divided by 2 into 4. അപ്പൊ എന്ത് കിട്ടും, 16 plus 4 എന്ന് പറഞ്ഞാൽ 20 അല്ലേ. 20 by 8 അല്ലേ. എത്ര വരാം, അടുത്തതെന്ന് പറയുമ്പോൾ എന്ത് വരും, അടുത്തതെന്ന് പറയുമ്പോൾ 20 by 8 ആയിരിക്കും ഒരു ഉത്തരം. അടുത്ത അപ്പൊ നമുക്ക് വെട്ടി കുറയ്ക്കാം. എത്ര വെട്ടി കുറയ്ക്കാം, നമുക്ക് 4ന്റെ ടേബിൾ വെട്ടി കുറയ്ക്കാം അല്ലേ. 4ന്റെ ടേബിൾ എന്ത് വരും, 5 by 2 എന്ന് വരും. ഓക്കെ, അടുത്ത ഉത്തരം എന്ന് പറയുന്നത് എന്ത് വരും, 16 minus 4 12 by 8. 4ന്റെ ടേബിൾ തന്നെ 4 by 2 3 by 2 ഓക്കെ. 4 into 3 ആണ് 12, 3 by 2. അപ്പൊ 2 ആൻസേഴ്സ് ഏതൊക്കെയാണ്, 5 by 2 3 by 2 ആണ് നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ്. ഓക്കെ, അപ്പൊ 5 by 2 3 by 2 എഴുതാം. അപ്പൊ നമുക്ക് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എക്സിന്റെ വാല്യൂ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ
ഈ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. എപ്പോഴാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്? ടി സ്ക്വയറിന്റെ വാല്യൂ കോഎഫിഷ്യന്റ് ഒരു 4 or 3 അങ്ങനെ നമ്പേഴ്സ് കോഎഫിഷ്യന്റ് ആയിട്ട് ടി സ്ക്വയറിന് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയറിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുക. അവിടെ നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ല. ഓക്കെ, അപ്പം ഈ ടി പവർ 2ന്റെ പവറിന്റെ കോഎഫിഷ്യന്റ് കൂടെ എന്താണ് കോഎഫിഷ്യന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ കോഎഫിഷ്യന്റ് ഇല്ല 1 ആണെന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റിംഗ് സ്ക്വയർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് രണ്ടിലും യൂസ് ചെയ്യാം. ടി സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. അതുപോലെ 1 എന്നിട്ട് കൊടുത്താൽ മതി, അതിന്റെ വാല്യൂ 1 എന്നിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യും. ഓക്കെ, ഒരു 4, 3 ഏത് നമ്പർ വേണമെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യാം. കംപ്ലീറ്റിംഗ് സ്ക്വയർ യൂസ് ചെയ്യാനാണ് എപ്പോഴും ശ്രദ്ധിക്കാം. ഈ ടി സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. എന്നാൽ മാത്രം നമുക്ക് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിൽ എക്സിന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് കംപ്ലീറ്റിംഗ് സ്ക്വയർ സ്റ്റെപ്പിൽ നമുക്ക് തെറ്റിപ്പോകും. ഇടയ്ക്ക് വെച്ചിട്ട് അത് അത്രയും കിട്ടാണ്ട് വരും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അപ്പോൾ മനസ്സിലായല്ലോ ഇങ്ങനെയാണ് ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കണമെന്ന്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് ലെങ്തിയേറെ പ്രോബ്ലംസ് ആണ്. കാരണം നമ്മൾ എന്ത് ഉണ്ടാക്കണം, നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കണം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ അല്ല, ഫസ്റ്റ് നമുക്ക് ആ എക്സസൈസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ എക്സസൈസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഞാൻ നമ്മൾ ആ എക്സസൈസിന്റെ ക്വസ്റ്റ്യന്റെ ഉത്തരം പറഞ്ഞുതരാം. നമ്മളൊരു 3 നിർത്തിയിട്ടുണ്ടല്ലോ, അത് പറഞ്ഞുതരാം. ഈ എക്സസൈസിലെ പേജ് നമ്പർ 97 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 42 meters ആൻഡ് ഇറ്റ്സ് ഡയഗണൽ ഈസ് 15 meters. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സെറ്റ്? ഇപ്പോൾ റെക്ടാംഗിളിന്റെ നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്, അതുപോലെ നമുക്ക് അതിന്റെ ഡയഗണൽ എത്രയാണ് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ റെക്ടാംഗിളിന്റെ സൈഡ്സിന്റെ നീളം എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് റെക്ടാംഗിൾ എന്ന് അറിയാലോ. ഓക്കെ, അപ്പോൾ റെക്ടാംഗിളിന്റെ മൊത്തം പെരിമീറ്റർ എത്രയാണ്? 42. ഇത് മൊത്തം നമ്മൾ 4 സൈഡും കൂടി, ഇത് ലെങ്ത് ഇത് ബ്രെഡ്ത്ത് ആണ്, ഇത് ലെങ്ത് ഇത് ബ്രെഡ്ത്ത് 4 സൈഡും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 42 ആണ് പെരിമീറ്റർ. ചുറ്റളവ് 42 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ഡയഗണല് 15 ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ എല്ലും ബിയും കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 42 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ, 42 ആണോ? അതെ, 42 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 42 എഴുതാം. ഓക്കെ, എന്ത് ചെയ്യാം, പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 42 എഴുതി. നമുക്ക് പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താണ്? റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2 × L + B ആണ്. അറിയാലോ, അതിന് സംശയം ഉണ്ടാവില്ല. 2 × L + B ആണ് നമുക്ക് റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 2 × L + B ഈക്വൽ ടു പെരിമീറ്ററിന്റെ ഇക്വേഷൻ ആണ് 2 × L + B എന്ന് പറയുന്നത് ഈക്വൽ ടു 42 എന്ന് എഴുതി. നമുക്ക് ഇതിന് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് എല്ലും ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇതിന് L + B കണ്ടുപിടിക്കാം. അപ്പൊ L + B ഇസ് ഈക്വൽ ടു 42. ഇവിടെ 2 ഉണ്ടല്ലേ, ഇത് ഇൻറ്റു 2 ആണ്. ഇത് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് ഡിവിഷൻ 2 ആയിട്ട് മാറും. നമുക്ക് 21 എന്ന് കിട്ടും. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടി കഴിയുമ്പോൾ കിട്ടേണ്ടത് 21 ആണെന്ന് മനസ്സിലായി. ഓക്കെ, മനസ്സിലായല്ലോ. ഞാൻ എന്ത് ചെയ്യാൻ പോകണം, നമുക്ക് എല്ലിനും ബിക്കും പകരം ഞാൻ എക്സിന്റെ ടേംസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇക്വേഷൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിലാവും. ഓക്കെ, അപ്പൊ ഞാൻ ലെങ്ത്തിന് ഞാൻ എക്സ് എന്ന് എടുത്തു. ഓക്കെ, ലെങ്ത്തിന് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് എന്ത് വരും? ബ്രെഡ്ത്ത് എന്ത് വരും? ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തൊക്കെ L + B എന്ന് പറയുന്നത് 21 ആണ്. ഓക്കെ, ഞാൻ ലെങ്ത്തിന് എക്സ് ആക്കി എടുത്തു. അപ്പൊ ബ്രെഡ്ത്ത് എന്ത് വരും? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 21 - L അല്ലേ, 21 - L വരും. ബി എന്ന് പറയുന്നത് എന്ത് വരും? ലെങ്ത് എക്സ് ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലെങ്ത് എക്സ് ആക്കി എടുത്തു, അല്ലെങ്കിൽ എല്ലായിട്ടും എടുക്കാം കേട്ടോ. നമുക്ക് ഇക്വേഷനിൽ എല്ലിലും ബിയിലും വരും. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ടാന്ന് വെച്ചാൽ ജസ്റ്റ് എക്സിന്റെ ഫോമിലേക്ക് ആക്കുന്നതാണ് ഇക്വേഷൻ. അല്ലെങ്കിൽ എല്ലും ബി എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, തെറ്റില്ല. ഓക്കെ, അപ്പോൾ L² നമുക്ക് വരും. അപ്പോൾ അതിന് പകരം നമ്മൾ പഠിച്ചത് X² രീതിയിലായാണ് ആ രീതിയിലേക്ക് ആക്കുന്നതാണ് ഞാൻ എക്സ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ലെങ്ത് ഞാൻ എക്സ് എന്ന് എടുത്തു. അല്ലെങ്കിൽ ബി എങ്ങനെ കണ്ടുപിടിക്കാം? ബി എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, ബി എങ്ങനെ കണ്ടുപിടിക്കാം? B is equal to 21 minus L അല്ലേ, പ്ലസ് L പുറത്തേക്ക് പോകുമ്പോൾ 21 minus L ആയിട്ട് മാറും. ഞാൻ എന്ത് ചെയ്യാൻ പോകണം, അപ്പോൾ ലെങ്ത്തിന് ഞാൻ എന്ത് എടുക്കാൻ പോകണം? L is equal to X എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ബ്രെഡ്ത്ത് എന്തായി മാറും? ബ്രെഡ്ത്ത് is equal to 21 minus X. ഓക്കെ,
അപ്പം ലെങ്ത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ബ്രെഡ്ത്ത് 21 മൈനസ് എക്സ് ആണ് കിട്ടും. അപ്പം എൽ എന്ന് പറഞ്ഞാൽ എക്സ് ആക്കി എടുത്തു, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 21 മൈനസ് എക്സ് ആക്കി എടുത്തു. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യാൻ നമുക്ക് ഇക്വേഷൻ കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഐഡന്റിറ്റി ഒക്കെ യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനെ ഒരു രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പേഴ്സ് വെച്ച് തന്നെ സ്പ്ലിറ്റിംഗ് നടത്താൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ കിട്ടും അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഏതൊക്കെ ടേംസ് ആണ് എക്സിന്റെ ടേംസിൽ നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്തിന് എത്രയാണ് ലെങ്ത് എത്രയാണ് ബ്രെഡ്ത്ത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു ഡയഗണൽ തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റേഴ്സിന്റെ. ഇവിടെ നമുക്ക് റൈറ്റ് ആംഗിൾ ആണെന്ന് അറിയാം. റെക്ടാംഗിളിന്റെ എല്ലാ ആംഗിൾസ് റൈറ്റ് ആംഗിൾ ആണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പാടില്ലേ? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അല്ലേ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ബേസ് എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ? എക്സ് സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബി അല്ലേ? ബ്രെഡ്ത്ത് ആണ് ഓൾട്ടിറ്റ്യൂഡ്. ബി എന്ന് പറയുന്നത് എന്താണ്? 21 മൈനസ് എക്സ്. അപ്പോൾ 21 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ മൊത്തം വരുമല്ലോ. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് നമുക്ക് 15 ആണ് തന്നിട്ടുണ്ട്. ഡയഗണൽ അല്ലേ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരാം. അപ്പോൾ ഡയഗണൽ 15 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷനിൽ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 21 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 15 എന്ന് വന്നു. ഓക്കെ, ഇതിന് ജസ്റ്റ് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇനി എക്സ്പാൻഡ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എന്താ? എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ ഫോർമുല വരുന്നത് അല്ലേ? എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ അല്ലേ? എക്സ് മൈനസ് ആണ്. എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ ആവുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy. ഇതിൽ പഠിച്ചിട്ടുണ്ട് ഐഡന്റിറ്റി അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy എന്നാണ് അതിന്റെ ഡെഫിനിഷൻ. ഒരു ഐഡന്റിറ്റിയിലാണ് കിടക്കുന്നത്. എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇതനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ടേം എക്സ്, സെക്കൻഡ് ടേം വൈ, അങ്ങനെയാണ് എടുത്തത് കേട്ടോ. ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ അപ്പോൾ 21 സ്ക്വയർ മൈ പ്ലസ് ആണ് വൈ സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് ആയിരിക്കും. പ്ലസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും പ്ലസ് ആയിരിക്കും. ഓർക്കുന്നുണ്ടോ? നമ്പറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 21 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 21 ഇൻറ്റു എക്സ് 2ab. ഓക്കെ, 2xy 2 ഇൻറ്റു 21 ഇൻറ്റു എക്സ്. ഓക്കെ, നമ്മളിത് എക്സ്പാൻഡ് ചെയ്തു. ഇനി ഇസ് ഈക്വൽ ടു 15 സ്ക്വയർ എന്ന് കിട്ടിയല്ലോ. ഇസ് ഈക്വൽ ടു 15 സ്ക്വയർ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 21 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 4 അല്ല 21 ഇൻറ്റു 2 എന്ന് പറയുന്നത് 42 അല്ലേ? മൈനസ് 42x ഈക്വൽ ടു 15 സ്ക്വയർ ചെയ്തു. ഓക്കെ, നമ്മളിതിന് സിംപ്ലിഫൈ ചെയ്തു. എക്സ് സ്ക്വയർ പ്ലസ് 21 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 4 ഇത് 2 ഇൻറ്റു 21 ഇൻറ്റു എക്സ്. അപ്പോൾ ഒക്കെ ഇൻറ്റു ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇൻറ്റു ചെയ്യാം. 2 ഇൻറ്റു 21 എന്ന് പറയുന്നത് 42 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 14 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 15 സ്ക്വയർ എന്ന് കിട്ടി. നോക്കിയേ, 2x സ്ക്വയർ ഉണ്ടല്ലേ? ആൻഡ് ഇത് 21 സ്ക്വയർ ആണ്. എക്സിന്റെ പവർ അളവ് ഒരുമിച്ച് ചെയ്താൽ പോകണേ. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ. അപ്പോൾ എത്ര എക്സ് സ്ക്വയർ ആയി? 1 എക്സ് സ്ക്വയർ പ്ലസ് 1 എക്സ് സ്ക്വയർ. അപ്പോൾ എന്താ? 2x സ്ക്വയർ. ഓക്കെ, ഈ എക്സിന്റെ ടേം ഉള്ളത് ചെയ്താൽ എക്സിന്റെ ടേം ഉള്ളത് എന്താ? മൈനസ് 42x. അപ്പോൾ മൈനസ് അടക്കം മൈനസ് 42x എന്ന് എഴുതാം. ഓക്കെ, എന്താണുള്ളത്? കോൺസ്റ്റന്റ് എക്സും ഒന്നും ഇല്ലാത്ത ഏതാണ്? 21 സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്ക് പ്ലസ് 21 സ്ക്വയർ ഇസ് ഈക്വൽ ടു 15 സ്ക്വയറിനെ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? നമുക്ക് 21 സ്ക്വയറിനെ 15 സ്ക്വയറിനെ നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം എന്ന് പറയുന്നത് എപ്പോഴും ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഇസ് ഈക്വൽ ടു 0. ഈക്വലിന്റെ അപ്പുറത്താണ് 0 വേണ്ടത്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം? എല്ലാ നമ്പേഴ്സ് ഒക്കെ ഈക്വലിന്റെ ഇപ്പുറത്തെ സൈഡിലും 0 ഈക്വലിന്റെ അപ്പുറത്തെ സൈഡിലും ആക്കി വേണം ചെയ്യാനായിട്ട്. അതും ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്ത് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. 2x സ്ക്വയർ മൈനസ് 42x പ്ലസ് 21 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 21 ഇൻറ്റു 21 1 2
2 4 അല്ലേ 1 4 4 441 ആണ് 441 is equal to 15 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് 15 into 15 25 for the remainder to 7 5 1 5 2 2 225 എന്ന് കിട്ടും ഓക്കെ എത്രയാണ് കിട്ടിയില്ലേ is equal to 225 ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ ഒരിക്കലും ക്വാഡ്രാറ്റിക് നമുക്ക് എന്താ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം കാരണം കോൺസ്റ്റന്റ് ടേംസ് രണ്ടെണ്ണം ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ് 2x സ്ക്വയർ minus 42x plus 441 ഈ 225 നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കാൻ പോവാണ് അപ്പോൾ എന്ത് സംഭവിക്കും പ്ലസ് 225 ആണ് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് നമുക്ക് ജസ്റ്റ് മൈനസ് ചെയ്ത് നോക്കാം 441 മൈനസ് 225 11 and 5 by 6 3 1 2 216 നിർത്തി അല്ലേ നമുക്ക് എങ്ങനെ ചെയ്യാം 2x square minus 42x ഇവിടെ പ്ലസ് ആണ് ഏറ്റവും വലുത് 441 ആണ് 441 സിമ്പിൾ പ്ലസ് ആണ് പിന്നെ പ്ലസ് 216 is equal to 0 ഇങ്ങനെ ഒരു ഫോമിൽ വന്നാൽ മാത്രമേ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ടുണ്ട് എക്സ് സ്ക്വയറിന്റെ പവർ ഉണ്ട് എക്സിന്റെ പവർ ഉണ്ട് ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ട് ഓക്കെ എക്സിന്റെ പവർ ഉണ്ടെങ്കിലും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നെയാണ് എക്സ് സ്ക്വയർ വരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പവർ 2 ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്താ ഇപ്പം എക്സ് സ്ക്വയറിന്റെ വാല്യൂ 1 ആക്കാൻ പറ്റുമെന്ന് നോക്കുക 1 ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയാലും ചെയ്യാം അല്ലെങ്കിൽ എക്സ് സ്ക്വയറിന്റെ വാല്യൂ 1 ആക്കിയിട്ട് നമുക്ക് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് ചെയ്യാൻ പറ്റും ചില കേസിൽ അത് ചെയ്യുമ്പോൾ ഇത് 1 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം നമുക്ക് ഡിവൈഡ് ബൈ 2 ചെയ്യാം അല്ലേ അപ്പോൾ 2 ചെയ്യുമ്പോൾ എല്ലാത്തിലും ഡിവൈഡ് ബൈ 2 ചെയ്യണം ഓക്കെ ഫുൾ ഡിവൈഡ് ബൈ 2 ചെയ്യണം ഒരെണ്ണത്തിന് മാത്രം ചെയ്താൽ പോരാ ഈ ഇക്വേഷനുകളെല്ലാത്തിനും എന്താണ് ഒരു ഫസ്റ്റ് ടേമിൽ ചെയ്യണേ അത് തന്നെ എല്ലാ ടേമിലും നിങ്ങൾ ചെയ്യണം അപ്പോൾ ചിലതിൽ നമുക്ക് എല്ലാത്തിനും പോകില്ല ചിലപ്പോൾ 2/2 ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഈ ടേം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ടേംസ് വരും അപ്പോൾ നമുക്കത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല അത് ആ ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതിയിട്ട് നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് വരും ഓക്കെ അപ്പോൾ 2 അല്ലെങ്കിൽ ഏതൊരു നമ്പർ കൊണ്ട് നമുക്ക് എക്സ് സ്ക്വയറിന്റെ ടേമിനെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാം അപ്പോൾ നമുക്ക് ഇൻറ്റു ഒക്കെ ചെറിയ നമ്പർ വെച്ചിട്ട് ഇൻറ്റു ചെയ്താൽ മതി കുറച്ച് എളുപ്പത്തിൽ കിട്ടും അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്താലും കിട്ടും പക്ഷേ കുറച്ച് വലിയ നമ്പേഴ്സ് വെച്ച് ഇൻറ്റു ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വലിയ നമ്പേഴ്സിനൊക്കെ അവോയ്ഡ് ചെയ്യാം അതിന്റെ പകുതി ഇതൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി ഇപ്പോൾ നമ്മളിവിടെ നോക്കി എല്ലാവരും 2ന്റെ പോകും 2ന്റെ മൾട്ടിപ്പിൾ ആണ് കാരണം എല്ലാവരും ലാസ്റ്റ് ഈവൻ നമ്പർ ആണ് അല്ലേ 2 2 6 അപ്പോൾ എന്തായാലും 2ൽ ഇത് ഡിവൈഡ് ചെയ്ത് പോകും അതുകൊണ്ട് ഞാൻ ഇതിനെ എല്ലാവരെയും ഡിവൈഡ് ബൈ 2 ചെയ്യാം എന്താ ഡിവൈഡ് ബൈ 2 ചെയ്യുന്നത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ 1 ആക്കി നമുക്ക് കിട്ടും പക്ഷേ കുറച്ചുകൂടി സ്റ്റെപ്സ് ഇൻറ്റു ചെയ്യുമ്പോൾ വലിയ നമ്പേഴ്സ് ഒക്കെ ഇൻറ്റു ചെയ്യേണ്ടി വരും അത്രേ ഉള്ളൂ അപ്പോൾ 2/2 1 എക്സ് സ്ക്വയർ അപ്പോൾ എക്സ് സ്ക്വയർ 42/2 മൈനസ് തന്നെയാണ് 42/2 എന്ന് പറയുമ്പോൾ എന്താണ് 21 42/2 എന്ന് പറയുമ്പോൾ 21x പ്ലസ് 216 ഡിവൈഡ് ബൈ 2 216 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എന്താണ് 108 വരും അറിയാൻ വളരെ ചെയ്ത് നോക്കുക 1 പോവില്ല അല്ല 0 16 പ്രാവശ്യം പോകും 8 പ്രാവശ്യം പോകും ഓക്കെ അപ്പോൾ 108 കിട്ടും അപ്പോൾ ഈ 1 എന്താണ് 1 നമ്മുടെ 2-നേക്കാൾ ചെറുതാണ് അപ്പം അങ്ങനെ കേസിലാണ് നമ്മുടെ 0 എഴുതുന്നത് കേട്ടോ 18 എഴുതരുത് 18 എഴുതി കഴിഞ്ഞാൽ കിട്ടില്ല 18 എഴുതി കഴിഞ്ഞാൽ 18 × 2 36 ആവുള്ളൂ കേട്ടോ അപ്പം ശ്രദ്ധിക്കണം 108 ആണ് അതിൻ്റെ ഉത്തരം എങ്ങനെ 8 വരാം 0 വരാം 2/2 ഒരു പ്രാവശ്യം 2 ബാക്കി 1 ആണ് വരുന്നത് 1ൽ 2ൽ പോവോ ഇല്ല അങ്ങനെ വന്ന കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ 0 എടുക്കേണ്ട ആവശ്യമില്ല കാരണം വേറൊരു സംഖ്യയോടെ കിടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ആ സംഖ്യ ഇറക്കി എഴുതണം ഇറക്കി എഴുതണമെങ്കിൽ നമ്മൾ മുകളിൽ ഒരു 0 ഇട്ട് കൊടുത്തതിന് ശേഷമേ ഇറക്കി എഴുതാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ 16 വരും അപ്പോൾ 8 16 0 ഓക്കെ 108 കിട്ടും ചിലവർ 18 അല്ല 108 is equal to 0 അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരുന്നത് ഇനി ഇവിടെ നമ്മൾ എന്താ അപ്ലൈ ചെയ്യാൻ പോകണം ഈ ഇക്വേഷനിലാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മുടെ എക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒന്നുകൂടി എനിക്ക് എന്ത് ചെയ്യാം ഇനി നിങ്ങൾക്ക് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്യാം കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് തന്നെ ഇവിടെ ഫ്രാക്ഷൻ വരും കാരണം എന്താ 21ന്റെ പകുതിയുടെ സ്ക്വയർ എടുക്കണം ഓക്കെ അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നമ്പർ കിട്ടില്ല ഒരു ഫ്രാക്ഷൻ ആയിരിക്കും കിട്ടുക അപ്പോൾ ഫ്രാക്ഷൻ അവിടെ ഇവിടെ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഓക്കെ 108 കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ 108
108 അപ്പുറത്തേക്ക് എടുക്കണം കേട്ടോ. ഇങ്ങനെ ഒരു ഫോമിൽ നമുക്ക് കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഈക്വലിന്റെ അപ്പുറത്തൊരു നമ്പർ വേണം, കാരണം നമുക്ക് രണ്ട് സ്ഥലത്തും ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ ആ രീതിയിൽ എടുക്കാം. 108 അപ്പുറത്തേക്ക് പോയിട്ട് രണ്ട് സ്ഥലത്ത് നിങ്ങൾക്ക് 21 പകുതി ചെയ്ത് സ്ക്വയർ ആയിരിക്കും. അങ്ങനെ ചെയ്താലും കിട്ടും. പക്ഷെ നമുക്ക് ഫ്രാക്ഷനൊക്കെ വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പം നിങ്ങൾ നോക്കാം, ഇങ്ങനെ ഒരു ഇക്വേഷൻ എക്സ് സ്ക്വയർ, എക്സിൻ്റെ കോയിന് ചെറുതൊക്കെയാണ് കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ വലിയതാണ് 21 ഒക്കെയാണ്, വലിയ നമ്പേഴ്സ് ആണെന്ന് കിട്ടും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്തായിരിക്കും എളുപ്പം. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്ന് എഴുതാം? x is equal to minus b plus or minus root of b square minus 4ac by 2a. ഇത് കാണാപ്പാടം പഠിക്കണം കേട്ടോ. കാണാപ്പാടം പഠിക്കുന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായി കാണുകയായിരുന്നു. ഓക്കെ, എക്സ് എന്തിനും എ ബി സി എന്താണെന്ന് എഴുതാം. എ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് എ എന്ന് പറയുന്നത്. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 അല്ല, 1. ബിയുടെ എന്ന് പറയുന്നത് എക്സിന്റെ, ബി എന്ന് പറയുന്നത് എന്തൊരു -20. മൈനസ് കൂടി എടുക്കാം, മൈനസ് ഉണ്ടെങ്കിൽ മൈനസും കൂടി എടുക്കും കേട്ടോ. ബി എന്ന് പറയുന്നത് -21, സി എന്ന് പറയുന്നത് 108. ഓക്കെ, അപ്പോൾ എയും ബിയും സിയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് നമുക്ക് ഇതിനെ ഇക്വേഷൻ കണ്ടുപിടിക്കും അല്ലേ. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac ചെയ്യാം. ഓക്കെ, അത് ചെയ്യുന്നതായിരിക്കും നമുക്ക് എളുപ്പം. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac എന്താണ് നോക്കാം. സീക്വൽ ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്നത് -21. അപ്പോൾ -21 സ്ക്വയർ ഇൻറ്റു 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 1 ആണ്, സി എന്ന് പറയുന്നത് 108 ആണ്. ഓക്കെ, ബി സ്ക്വയർ മൈനസ് 4ac മൈനസ് ചെയ്താൽ നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac. ഓക്കെ, ഇപ്പോൾ 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ കണ്ടായിരുന്നു. 21 സ്ക്വയർ നമ്മൾ 441 ആണെന്ന് കണ്ടായിരുന്നു. -21 സ്ക്വയർ എന്ന് പറയുമ്പോൾ -21 ഇൻറ്റു -21, അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആവും. ഓക്കെ, അപ്പോൾ 441 മൈനസ് എന്താണ് 4 ഇൻറ്റു 1 ഇൻറ്റു 108. അപ്പോൾ 108 ഇൻറ്റു 4 that is in 6 remainder 3 4 0 plus 3 3 4 436 ഉണ്ട്. അപ്പോൾ 441 മൈനസ് 436 ഉണ്ട്. ഓക്കെ, 441 മൈനസ് 436. എൻ്റെ കൈ പൊട്ടിയിരിക്കുന്നതാണെങ്കിൽ കറക്റ്റ് എഴുതാൻ പറ്റില്ല, അത് നിങ്ങൾ എഴുതുന്നത് കേട്ടോ. 441 മൈനസ് 436. അപ്പോൾ 441 മൈനസ് 436. 11 6 വരും കഴിഞ്ഞാൽ 9 വരും. ഓക്കെ, 3 0 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടാണ്? 9 ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac കിട്ടിയിട്ട് 9 ആണ് അല്ലേ. 9. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ആണ് വേണ്ടത് അല്ലേ. ബി സ്ക്വയർ മൈനസ് 4ac റൂട്ട്. റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോൾ എന്ത് വരും? √9. √9 is equal to 3 ആണ്. അപ്പോൾ √9 നമുക്ക് 3 ആണെന്നറിയാം. നമ്മൾ ഈ ബി സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ 3 ആണെന്ന് കിട്ടി അല്ലേ. നമ്മൾ ഇവിടെ 3 അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് എക്സ് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? മൈനസ് ബി. ബി എന്ന് പറയുന്നത് -21 ആണ്. മൈനസ് ബി അതും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ -21 വരും. അപ്പോൾ എന്തും മൈനസ് മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ അത് ഓട്ടോമാപ്പോൾ തന്നെ നിങ്ങൾ പ്ലസ് ആക്കി വയ്ക്കും കേട്ടോ. പ്ലസ് അങ്ങനെ വരും. -21 എന്താണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ മൈനസ് 4ac എത്രയാണ് കണ്ടുപിടിച്ചത്? നമ്മൾ 3 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ. 2 ഇൻറ്റു എ എന്താണ്? 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 1 ആണ്. ഡിവൈഡ് ബൈ 2. അപ്പോൾ -21 പ്ലസ് ഓർ മൈനസ് 3/2 കിട്ടും അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ 2 ആൻസർ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac പോസിറ്റീവ് നമ്പർ ആണ് വന്നത്. അതുകൊണ്ട് 2 ആൻസർ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇവിടെ ഇത് രണ്ടും പ്ലസ് ആയിട്ടാണ്. നിങ്ങൾ ഇത് ചെയ്യാൻ മറക്കരുത്. 21 പ്ലസ് 3 ഡിവൈഡ് ബൈ 2ഉം അതുപോലെ തന്നെ എന്താണ് 21 മൈനസ് 3 ഡിവൈഡ് ബൈ 2 ആയിരിക്കും 2 ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 21 2 മൈനസ് നമ്മൾ പ്ലസ് ആവും. അതാണ് ഞാൻ 2 മൈനസ് ഇട്ടാണ് മാറിപ്പോകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. 2 മൈനസ് പ്ലസ് ആവും കേട്ടോ. 21 മൈനസ് 3 ഡിവൈഡ് ബൈ 2. അപ്പം 21 പ്ലസ് 3 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 24/2 എന്ന് വരും. 24/2 എന്ന് പറയുന്നത് എന്താണ്? 24/2 എന്ന് പറയുന്നത് 12. ഓക്കെ, 12. 21 മൈനസ് 3 1 2 3 അല്ല. 21 മൈനസ് 3 എന്ന് പറയുമ്പോൾ 18 കിട്ടും. 18/2. 18/2 എന്ന് പറയുന്നത് 18/2 ആണ്. 18/2 എന്ന് പറയുന്നത് 9. അപ്പം ഏതൊക്കെയാണ് ആ ട്രയാങ്കിളുടെ വശങ്ങൾ? ആ ട്രയാങ്കിളുടെ വശങ്ങൾ എന്ന് പറയുന്നത്
എന്തെന്ന് കിട്ടി നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടി അല്ലേ? എന്താ ഇപ്പോൾ എക്സ് നമുക്ക് 2 വാല്യൂ കിട്ടിയിട്ടുണ്ട്, 12 9. ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത് 12 ആണ് ഓൾറെഡി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇടാം, ലെങ്ത് 12 ആണെന്നുണ്ടെങ്കിൽ ബ്രെഡ്ത്ത് 9, അല്ലെങ്കിൽ എന്തായിരിക്കും നേരെ തിരിച്ചു പോകാമല്ലോ, ബ്രെഡ്ത്ത് ലെങ്ത് 9 ആണെന്നുണ്ടെങ്കിൽ ബ്രെഡ്ത്ത് 12. ഈ 2 രീതിയിൽ നിങ്ങൾക്ക് വരാം. ഒരു നീളം 12 ആണെങ്കിൽ വീതി 9, അങ്ങനെയായാലും നമുക്ക് അങ്ങനത്തെ റെക്റ്റാങ്കിൾ കിട്ടും. അല്ലെങ്കിൽ തിരിച്ച് നീളം 9 വീതി 12 ആയിട്ടുള്ള റെക്റ്റാങ്കിൾ കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ 12 9 എഴുതിയാൽ ലെങ്ത് 12 ബ്രെഡ്ത്ത് 9 എഴുതിയാൽ മതി. വേണമെന്ന് നിങ്ങൾക്ക് എക്സിൽ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, 2 ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഇപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 12 ആണെന്നുണ്ടെങ്കിൽ 21 മൈനസ് 12 എന്ന് പറയുന്നത് 9 ആയിട്ട് കിട്ടും അല്ലേ? എക്സ് ഈസ് ഈക്വൽ ടു 9 ആണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും, 21 മൈനസ് 9 എന്ന് പറയുന്നത് 12 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ടും അങ്ങോട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ തന്നെ എഴുതാം, ലെങ്ത് 9 എക്സ് 12 ആണെന്നുണ്ടെങ്കിൽ 9 ബ്രെഡ്ത്ത് ആയിരിക്കും. നിങ്ങൾക്ക് ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് അത് ഉറപ്പിക്കാം. എക്സിന് 12 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 21 മൈനസ് 2 സൈഡുകൾ അങ്ങനെ എടുത്തായിരുന്നു അല്ലേ? ഒന്ന് എക്സും ഒന്ന് 21 മൈനസ് എക്സ് ആക്കി എടുത്തായിരുന്നേ. ഒന്നോ ലെങ്ത് 12 ബ്രെഡ്ത്ത് 9, അല്ലെങ്കിൽ തന്നെ ബ്രെഡ്ത്ത് ലെങ്ത് 9 ബ്രെഡ്ത്ത് 12 ആയിട്ട്. അപ്പോൾ രണ്ടിലും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ വേറെ കാൽക്കുലേഷൻ ഒന്നുമില്ല, സൈഡ്സ് ഇങ്ങനെ വരുമെന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത് പഠിക്കുക. പഠിച്ച് നിങ്ങൾക്ക് എളുപ്പമായിട്ട് മാറും. ഓക്കെ, ചെയ്യാണ്ട് നമുക്ക് ഒരു സ്പീഡ് കിട്ടില്ല. ഓക്കെ, വെറുതെ നോക്കി പഠിച്ചാൽ പോരാ, പല പ്രോബ്ലംസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ തന്നെ ചെയ്യാൻ പറ്റും. എന്നാലും ഈ എക്സാമിൽ വരുമ്പോൾ മൊത്തം കൺഫ്യൂഷൻ, ചെയ്ത് തന്നെ പഠിക്കണം. നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ ഒക്കെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ എക്സാമിൽ നിങ്ങൾക്ക് സ്വയമായിട്ടൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അയ്യോ എന്താണ് ചെയ്യേണ്ടതെന്ന് ഡൗട്ട് വരും. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, മാത്സ് നോക്കി വായിച്ച് പഠിക്കരുത്, ചെയ്ത് പഠിക്കുക. ബുക്കിൽ നോക്കി ചെയ്ത് പഠിക്കരുത്. ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, നിങ്ങൾ ഏകദേശം ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ക്വസ്റ്റ്യൻ ബുക്ക് അടച്ച് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തുറന്ന് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ കോപ്പി ചെയ്യുന്നതല്ലേ, നമ്മുടെ ബുദ്ധി ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ ബുക്ക് അടച്ച് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ നോക്കുക. എന്നിട്ട് എവിടെയാണ് നിങ്ങൾക്ക് സ്റ്റക്ക് ആവണമെന്ന് നോക്കുക. അത് എവിടെയാണ് അവിടെ ഡൗട്ട് എന്താണെന്ന് നോക്കുക. അത് ക്ലിയർ ആവണമെങ്കിൽ ക്ലിയർ ആക്കുക. ക്ലിയർ ആവണില്ല, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇതിൻ്റെ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.